ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേണി. മിണ്ടാതെ മിണ്ടാതെ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വന്നിട്ടുണ്ട്. ദുൽഖർ സൽമാൻ നായകനായിട്ട് വരുന്ന അടുത്ത പാൻ ഇന്ത്യൻ സിനിമയാണ്. സോ അതിന്റെ ഒരു പ്രൊമോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയുണ്ട് ഫുൾ സോങ് ഒന്ന് കേറിട്ട് വരാം. ഓക്കെ, എന്തായാലും നല്ല സോങ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. തമിഴ് വേർഷൻ ഞാൻ കേട്ടു, തെലുഗു വേർഷൻ ആണോ കന്നഡ വേർഷൻ ആണോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ കേട്ടു. രണ്ടും വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തൊക്കെയോ ഇന്ന ഗാരു എന്നൊക്കെ ചേർത്തിട്ടുള്ള സംഭവമായിട്ടാണ് വന്നത്. പക്ഷെ മലയാളം പ്രൊമോ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളം വേർഷൻ ഞാൻ കേട്ടിട്ടില്ല, ഇത് ഫസ്റ്റ് ആണ് കേൾക്കാൻ പോകുന്നത്. ലെറ്റ്സ് വാച്ച്. ഓക്കെ, റെഡി. സൂപ്പർ മ്യൂസിക് ആണ്. JV പ്രകാശ്, നാഗവംശി, സായ് സൗജന്യം, ദുൽഖർ സൽമാൻ. മിണ്ടാതെ മിണ്ടാതെ നീ ഇന്നെന്തേ ഉള്ളാകെ വല്ലാതെ നോവുന്നെന്തേ കോപച്ചൂടാണോ പറയുമില്ലേ പ്രണയത്തിൻ വാഗപ്പൂ നീയല്ലേ പ്രിയരാഗത്താലേ പ്രിയയാം നിന്നെ പുണരാം ഞാനേ ആഴിത്തിരയായി കണ്ണിൽ കണ്ടേ ആഴക്കടല് മലയാളമാണ് മിണ്ടാതെ മിണ്ടാതെ നീ ഇന്നെന്തേ ഉള്ളാകെ വല്ലാതെ നോവുന്നെന്തേ സ്വീറ്റ് BGM അല്ലേ, മ്യൂസിക് ഭയങ്കര. ഓഹോ, കല്യാണ മാമാങ്കം. Written and directed by വെങ്കി അറ്റ്ലൂരി. അഴകേ നീ എൻ ജീവന്റെ ജീവൻ പകരാം പകരാം ഹൃദയം മേഘം പൂക്കൾ പെയ്യുന്ന കാലം മിണ്ടാനുള്ളൂ നിന്നലയിൽ പെട്ട് ആളും നിൻ വെട്ടം പ്രിയമുള്ളൊരാളിൻ കോപത്താലേ നീ എഴുതും കാവ്യം അതിലെഴുതും കാര്യം ആരുടെ ഭാവനയോ അറിയില്ലല്ലോ നീ എൻ വാനം പാടി അനുരാഗത്തിൻ തീരം തേടി പറയാതെ നീ ഏറെ പറയുന്നെന്തേ അതിലോലം ഞാനാകെ അലയുന്നെന്തേ. ഇത്ര പെട്ടെന്ന് കുട്ടിയായോ? JV പ്രകാശ് കുമാർ മ്യൂസിക്. ഹലോ തമ്മിൽ തമ്മിൽ ഈ നല്ല നേരം ഒന്നായി ഒന്നായി ചേരാം നീ എൻ കൂടെ ചേരുന്ന നേരം ശ്വാസം പോലും നീയേ അകതാരിൽ നീയേ അനുരാഗം നീയേ അഴകേ നീ എന്നും മഴവില്ലല്ലേ ചിരകാലം നമ്മൾ വരമായി തമ്മിൽ പ്രിയമായി തീരും മായാതിന്നും നീ എൻ ആശാനാളം ആകാശത്തിൻ താരാജാലം കോവച്ചൂടാതെ നിൻ സ്നേഹത്താലേ നീ എന്നിൽ പെയ്യുന്നേ പ്രേമത്താലേ. നല്ല വരികളും BGM-ഉം. വൗ, നിമിഷ് രവി, നവീൻ നൂലി, മിണ്ടാതെ. ലക്കി ഭാസ്കർ. ഭാസ്കർ ലക്കിയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു സോങ്ങിൽ ഒരു ലൈഫ് ഏകദേശം കാണിച്ച പോലത്തെ ഒരു ഫീലാണ് എനിക്കത് കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള അല്ലെ, ഭയങ്കര സൂത്തനിങ് ആയിട്ടുള്ള വോയിസും ആ ഒരു വിഷ്വൽസും BGM-ഉം എല്ലാം ഇങ്ങനെ മെൽറ്റ് ആയിട്ടുള്ള ഒരു പരിപാടി. നമുക്ക് ഏതെങ്കിലും ഒന്നും ഇങ്ങനെ ഒരു എന്താ പറയാ കയറി നിൽക്കുമ്പോൾ നമുക്ക് അത് ഇത്തിരി കൂടിപ്പോയോ അല്ലെങ്കിൽ ഇത്തിരി കുറഞ്ഞു പോയോ എന്ന് തോന്നാത്ത രീതിയിൽ കേൾവിക്കാരന് ഇതിങ്ങനെ എല്ലാം
ഒറ്റ ഒരു 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 നമ്മളൊരു ഐസ്ക്രീം കഴിക്കുന്ന പോലെ മധുരവും ആ ഒരു ഇത് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ആ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതായത് ഏത് വാക്കാണ് യൂസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഭയങ്കര നമുക്ക് ജോയ്ഫുൾ ആയിട്ടുള്ള അങ്ങനെയൊക്കെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഇമോഷണൽ സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പാൻ ഇന്ത്യൻ സാധനമാണെന്നുള്ളതും പിന്നെ ലക്കി ഭാസ്കറിന്റെ തോട്ട് ഇവര് തമ്മിലുള്ള പ്രണയം കാര്യങ്ങളും ഒക്കെ ഇതിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പ്രധാന സംഭവം എന്തോ മണി ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കറൻസിയും സംഭവങ്ങളൊക്കെ ബേസ് വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് ഒക്കെയാണ് ഇതിന്റെ വന്നിരുന്നത്. സോ അങ്ങനെയായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. എനിവേ ഇത് കാണുമ്പോൾ അവര് തമ്മിലുള്ള പ്രണയം അവരുടെ ലൈഫും ഒരു കുട്ടിയായി പെട്ടെന്ന് പ്രണയിച്ച് കല്യാണം കഴിഞ്ഞ് കുട്ടിയായി പിന്നെ അതിനുശേഷമുള്ള അവരുടെ ബന്ധം അങ്ങനെ മൊത്തത്തിലൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് എന്നുള്ള രീതിയിലാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പാടിയിരിക്കുന്നത് രണ്ടുപേരും നല്ല ഗംഭീര സിംഗേഴ്സ് ആണ്. ഇതിൽ പാട്ടുകാരന്റെ മെയിൽ വോയിസ് എനിക്ക് കറക്റ്റ് അറിയില്ല, ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിംഗേഴ്സ് യാസീൻ നിസാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്, യാസീൻ നിസാർ. പുള്ളിക്കാരുടെ വോയിസ് നല്ല രസമുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് ചാടുമ്പോൾ ആ BGM ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വോയിസ് ഒന്ന് ചാടുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര രസമുണ്ട്. പിന്നെ ശ്വേത മോഹൻ, എന്ത് സ്വീറ്റ് വോയിസ് ആണ്. എല്ലാ ഇതും എനിക്കറിയില്ല. തമിഴിൽ എന്തായാലും ശ്വേതയാണ് പാടിയിട്ടുള്ളത്, യാസിൻ തന്നെയാണ് പാടിയിട്ടുള്ളത് എനിക്കറിയില്ല. തെലുഗു വേർഷൻ കേട്ടപ്പോഴും ഇതിൽ ശ്വേതയുടെ വോയിസ് തന്നെയാണ്. ഭയങ്കര സ്വീറ്റ് വോയിസ് ആണ്. അത് ഭയങ്കര ഫീൽ ഉണ്ട് കേൾക്കാൻ. പുള്ളിക്കാരുടെ വേർഷൻസ് ആ ഭാഗം വരുമ്പോഴൊക്കെ നമുക്കൊരു ഫീല് ഭയങ്കര രസമുണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഇതില് ചില സ്ഥലങ്ങളിൽ ആ ബീറ്റ് ഉണ്ടല്ലോ, ടും ടും എന്ന് പറഞ്ഞ വേറൊരു സംഭവം ഉണ്ട്. ആ പാട്ടിന്റെ വരിയുടെ കൂടെ തന്നെ ടും ടും അത് വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ അത് വേറൊരു രീതിയിലേക്ക് അങ്ങ് മാറിപ്പോണം. പക്ഷെ ആ ടും ടും എന്ന് പറഞ്ഞ സാധനം 2-3 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. നമ്മൾ ഫുൾ അത്യാവശ്യം നല്ല വോയിസിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വോയിസിൽ നമ്മളിങ്ങനെ മെൽട്ടായി പോവാണ്. ഞാൻ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന വാക്ക് അതിനുണ്ട്, മെൽട്ട് ആവുക. നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിലിങ്ങനെ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടണം, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയണം. അത് രണ്ടും ഈ പാട്ടിലുണ്ട്. ചില പണ്ടൊക്കെ നല്ല രസമുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു, അതിനുശേഷം വളരെ മോശം ഒരവസ്ഥയിലേക്ക് പോയിരുന്നു. ഫുൾ ന്യൂജൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തട്ടുപൊളിപ്പൻ പാട്ടുകൾ മാത്രം വന്ന് ഇപ്പൊ വീണ്ടും നല്ല നല്ല കേൾക്കാൻ ഇമ്പമുള്ള കാതുകൾക്ക് ഇമ്പമുള്ള പാട്ടുകൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു പാട്ടായിട്ടാണ് എനിക്കിതിൽ മിണ്ടാതെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞുള്ള തെലുങ്ക് വേർഷൻ ഞാൻ കേട്ടു, തമിഴ് വേർഷനും കേട്ടു. പക്ഷെ സീരിയസ്ലി തെലുങ്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, തമിഴ് വലിയ കുഴപ്പമില്ല. ബട്ട് മലയാളത്തിലേക്ക് വരുമ്പോൾ ഗംഭീരമായിട്ടാണ് തോന്നുന്നത്. അതും ഒരു മറ്റു ഭാഷയിൽ എടുക്കുന്ന ഒരു സിനിമ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വരുമ്പോൾ ആ പാട്ടുകൾ മനോഹരമാവുക എന്ന് പറഞ്ഞാൽ പണ്ട് അല്ലു അർജുൻ സിനിമകളിൽ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ മൊത്തത്തിൽ ഈ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഭവം വന്നതിന് ശേഷം അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അതിൽ കാണാനും ഉണ്ട്. ഒരു മലയാള പാട്ട് കേൾക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. എവിടെയും ഒരു കട്ടിയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ഈ സിനിമയ്ക്ക് വേണ്ടി ഓഫ് കോഴ്സ് കാത്തിരിക്കുകയാണ്, ഓൺലി ബിക്കോസ് ഓഫ് DQ, ദ വൺ ആൻഡ് ഓൺലി ദുൽഖർ സൽമാൻ. സോ ദുൽഖർ സൽമാൻ ഫാൻസ് എത്ര പേര് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദിസ് എന്നുള്ളതും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ മുട്ടുംകാലി ഞാൻ തല്ലുപിടി. നീ എവിടെ പറ, നിന്റെ മുട്ടുംകാലി ഞങ്ങൾ തല്ലുപിടിക്കാന്ന് പറയാൻ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും. പറയണ്ട. ടാറ്റ.